നമ്മൾ ഈ പാലക്കാടുകാർക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയ വലിയ ശീലമൊന്നും ഇല്ല കേട്ടോ. യൂട്യൂബിൽ പല വീഡിയോസും കണ്ട് ഉണ്ടാക്കാൻ തുടങ്ങിയ ഒരു ഐറ്റമാണ്. നമ്മളിത് തീരെ ഉണ്ടാക്കാറില്ല എന്ന് പറയാനും കഴിയില്ല. കാരണം ഇതിൻ്റെ രൂപത്തിലും ഭാവത്തിലും പേരിലും ചെറിയ മാറ്റങ്ങൾ വരുത്തി നമ്മളും ഇത് ഉണ്ടാക്കാറുണ്ട്. സാമ്യതകളും ചെറിയ വ്യത്യസ്തതകളും ഉണ്ടെങ്കിലും രണ്ടിനും രണ്ട് രുചിയാണ്. ശരി, ഏതായാലും ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഐറ്റത്തിൻ്റെ പേര് പറയാവേ. വേറൊന്നും അല്ല, നീർദോശയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. 2 കപ്പ് പച്ചരി 3-4 തവണ നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയിട്ട് 10 മണിക്കൂർ ഒന്ന് കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു. കുതിർന്നതിന് ശേഷം ബ്ലെൻഡറിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 തവണയായിട്ടാണ് കേട്ടോ ഞാൻ അടിച്ചെടുക്കാൻ പോകുന്നത്. ആദ്യത്തെ ബാച്ച് പച്ചരിയും 1 കപ്പ് തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ബാച്ചിൽ ബാക്കിയുള്ള പച്ചരിയും 1/2 കപ്പ് തേങ്ങയും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ 2 കപ്പാണ് പച്ചരി എടുത്തത്. അതിലോട്ട് 1.5 കപ്പ് നാളികേരം ചിരവിയതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ബാച്ചും നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അല്പം ലൂസായിട്ട് വേണം ഇതൊന്ന് കലക്കി വെക്കാനായിട്ട്. ഇപ്പം തന്നെ അത്യാവശ്യം കട്ടിയായിട്ടാണുള്ളത് കേട്ടോ. വീണ്ടും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അടച്ചു വെച്ചിട്ടുള്ളത്. ഏകദേശം 2 മണിക്കൂറൊക്കെ മാവൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. പാനിൽ അല്പം എണ്ണ തൂത്ത് കൊടുത്തിട്ട് മാവ് കോരി ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ചുട്ടെടുക്കാനായിട്ട്. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് റെഡിയാക്കി എടുക്കാൻ സാധിക്കുള്ളൂ. നീർദോശ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കേട്ടോ. എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതിലൊന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ അരി ഏകദേശം 6 to 8 മണിക്കൂറെങ്കിലും കുറഞ്ഞത് കുതിരാനായിട്ട് വെക്കണം. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ മാവ് അരച്ചതിന് ശേഷം മിനിമം 1.5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി മൂന്നാമത്തെ കാര്യം, അത് ഈ ദോശയുടെ പേരിൽ തന്നെ ഉണ്ട്, നീർദോശ. നമ്മൾ റെഡിയാക്കുന്ന ബാറ്ററിൽ അത്യാവശ്യം വെള്ളം വേണം. ലൂസായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഈ ഒരു ദോശമാവ് റെഡിയാക്കാനായിട്ട്. അരിയും നാളികേരവും അളന്നെടുത്ത് കുതിർത്ത് അരച്ച് ദോശ ഉണ്ടാക്കിയാൽ മാത്രം പോരാട്ടോ. ഇതുപോലെ ചെറിയ പല കാര്യങ്ങളും ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നല്ല ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഷോർട്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഇത്രയും മാത്രമേ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ശ്രദ്ധിക്കാനായിട്ട്. ഞാൻ ഏതായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നീർദോശയും മുളക് ചട്നിയും കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചോട്ടെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ. താങ്ക് യു.